അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വന്നെത്തി മക്കളെ. എന്തൊരു സന്തോഷമാണ് നബിയെ, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു മനോഹരമാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയും കൂട്ടുകാരും മക്കളും സർവ്വചരാചരങ്ങളും ആ മുത്തുനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തുനബിയുടെ പേരിൽ മീലാദിന്റെ മിഠായികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മുത്തുനബിയെ പറയാൻ എന്തു രസം, ആ മുത്തുനബിയെ പാടാൻ എന്തു ഭംഗി, ആ മുത്തുനബിയെ കേൾക്കാൻ എന്തു രസം, ആ മുത്തുനബിയെ അനുഭവിക്കാൻ എന്തു സമാധാനം, ആ മുത്തുനബി ജനിച്ച മക്കാനിനെന്തു ഭംഗി, ആ മുത്തുനബി അന്തിയുറങ്ങുന്ന മദീനയ്ക്കെന്തു പ്രൗഢി. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബിയെ കുറിച്ച് വളരെ മനോഹരമായി ഖുർആനിൽ പറയുന്നുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ വഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ, നിങ്ങൾ പറയുക, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ആ റഹ്മത്തിനെ കുറിച്ച് പറയുന്നു, ഖുർആനിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ആ റഹ്മത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഖുർആനിന്റെ തഫ്സീറുകളിൽ നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. വീണ്ടും പറയുന്നു, ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആ മുത്തുനബിയെ ഈ ലോകത്തേക്ക് റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ആ മുത്തുനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ മടിക്കേണ്ടത് സുഹൃത്തുക്കളെ? ആ മുത്തുനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുക, മുത്തുനബിയെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകം എന്നും ആ മുത്തുനബിയെ കുറിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ.